നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEPയും അതിൻ്റെ ഭാഗമായിട്ടുള്ള PM ശ്രീ പദ്ധതിയും നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള നയപരമായ തീരുമാനം UDF ഗവൺമെൻറ് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. സമൂഹത്തിൽ അവ്യക്തത സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് UDF ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. PM ശ്രീ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമാനുസരണമുള്ള ഒരു നടപടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. പാഠപുസ്തകം എല്ലാ വിദ്യാലയങ്ങളിലും എത്തിയതിനെ സംബന്ധിച്ചിടത്തോളം എത്ര വിദ്യാലയങ്ങളിൽ എത്താനുണ്ടെന്ന് സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് വ്യക്തമാക്കണം. യൂണിഫോം കിട്ടാത്തതിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പരാതികളാണ് ഉയർന്ന് വന്നിട്ടുള്ളത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് മൂലം പല സ്കൂളുകളും അപകടസ്ഥിതിയാണ്. അതുപോലെ ക്ലാസുകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ധൈര്യം സ്കൂൾ അധികാരികൾക്കില്ലാത്ത സ്ഥിതിവിശേഷവും ഉണ്ട്. ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം ടേണുകൾ ഒരു സർക്കാർ അധികാരത്തിലേറിയതിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ കാണിച്ച ഒരു ഉദാഹരണം വേറെ ഇല്ല. ബഹുമാനപ്പെട്ട ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ ഭരണം ഏറ്റെടുത്ത മുതൽ ഓരോ കാര്യത്തിലും ടേൺ മാത്രമാണ്. അധികാരത്തിന് വേണ്ടി ജനങ്ങളോട് നുണ പറഞ്ഞ് വോട്ട് പിടിച്ച് പിന്നെ സ്വന്തം വാഗ്ദാനങ്ങളെ തന്നെ വിഴുങ്ങുന്ന കോൺഗ്രസ് ശൈലി ഇവിടെയും ആവർത്തിക്കപ്പെടുകയാണ്. എന്തിനധികം പറയുന്നു, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഔദ്യോഗികമായി താമസിക്കുന്നതിന് വേണ്ടിയുള്ള വീട് പോലും ഇത്രയും ദിവസമായിട്ട് ഒഴിഞ്ഞു കൊടുക്കാത്ത ഒരു രീതിയാണ് ഉള്ളത്. ആദ്യം അദ്ദേഹം വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളമാണ്. ഭൂരിപക്ഷം കിട്ടിയാൽ 24 മണിക്കൂറിനുള്ളിൽ മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്ന് പറഞ്ഞവർ പിന്നീട് എന്ത് ചെയ്തു എന്ന് വ്യക്തമാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ വന്നവർ സ്വന്തം സർക്കാർ രൂപീകരിക്കാൻ എത്ര നാൾ എടുത്തുവെന്ന് നാം കണ്ടതാണ്. PM ശ്രീ സ്കൂൾ പദ്ധതിയെക്കുറിച്ച് അന്ധൻ ആനയെ തൊട്ടതുപോലെ അഭിപ്രായം പറയുന്നവരോട് വസ്തുത പറയട്ടെ. സമഗ്ര ശിക്ഷാ പദ്ധതിയും PM ശ്രീയും വ്യത്യസ്തമാണ്. 2023-24 മുതൽ ഫണ്ട് മരവിപ്പിച്ചപ്പോൾ സംസ്ഥാനം സ്വന്തം പണം മുടക്കി ജീവനക്കാരുടെ ശമ്പളവും പരിപാടികളും നടത്തി. 2025 ഒക്ടോബർ 23-ന് ധാരണാപത്രം ഒപ്പിട്ടു. പക്ഷേ PM ശ്രീ സ്കൂളുകൾ തുടങ്ങാൻ ഒരു നടപടിയും എടുത്തില്ല. നവംബർ 4-ന് 92.41 കോടി അനുവദിച്ചു. പക്ഷേ അത് യൂണിഫോം, പാഠപുസ്തകം തുടങ്ങിയ മാൻഡേറ്ററി ആനുകൂല്യങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തു. 1 രൂപ പോലും അധിക ഫണ്ട് ലഭിച്ചില്ല. ഇപ്പോഴത്തെ സർക്കാർ പറയുന്നത് മുൻ സർക്കാർ ചെയ്ത് തുടരണം എന്നാണ്. പക്ഷേ മുൻ സർക്കാർ പദ്ധതി നിർത്തിവെച്ചു. ഏത് സ്കൂളുകൾ ഉൾപ്പെടുത്തണമെന്ന് പോലും തീരുമാനിച്ചിട്ടില്ല. ഇതാണ് UDFൻ്റെ വിദ്യാഭ്യാസ നയം. ഈ വിഷയത്തിൽ KM ഷാജി അടക്കമുള്ളവർ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ കാര്യങ്ങൾ നാം കേട്ടതാണ്. ഇപ്പോൾ അവർ പറയുന്നത് അത് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതല്ലേ എന്നാണ്. ഗവർണറുമായി ഗുസ്തി പിടിക്കുവാൻ താല്പര്യമില്ലെന്ന് മന്ത്രി റോജി M. ജോൺ പറയുന്നത് കേൾക്കാൻ രസമുണ്ട്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസം പോലെ RSSന് താല്പര്യമുള്ള മേഖലയിൽ ഇമാതിരി നിലപാട് കൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? മഹാത്മാഗാന്ധി സർവകലാശാല സെനറ്റിൽ 19 RSS നോമിനികളെ നിയമിച്ചത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് മന്ത്രിയുടെ മനസാക്ഷി സൗകര്യത്തിന് വേണ്ടിയാണ്. സർവകലാശാല നിയമ ഭേദഗതി ബിൽ ഇപ്പോഴും ഗവർണറുടെ കൈവശമാണ്. അത് നിയമമാക്കുന്നതിന് വേണ്ടി ധൈര്യമുണ്ടോ? കോവിഡ് കാലഘട്ടത്തിൽ ശൈലജ ടീച്ചറെ നിപ്പ രാജകുമാരി, കോവിഡ് റാണി എന്ന് അപകീർത്തിപ്പെടുത്തിയവർ ഇപ്പോൾ മരുന്ന് ബഹറിൽ നിന്ന് വാങ്ങുന്നത് കണ്ടാൽ നമുക്ക് എന്താണ് ഇതിനെ സംബന്ധിച്ചുള്ള പറയുവാൻ വേണ്ടി കഴിയും. അന്ന് കോരം പ്രസംഗിച്ചവർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വച്ച് അന്വേഷണം നടത്തുന്ന നിലയിലേക്ക് എത്തുകയാണ്. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര നല്ല കാര്യം. പക്ഷെ വാഗ്ദാനം എല്ലാ ബസ്സുകളിലും ആയിരുന്നു. ഇപ്പോൾ ഓർഡിനറി ബസ്സിൽ മാത്രമാണ്. മലബാറി ബസ്സുകൾ വളരെ കുറവ്.
800 കോടി ചെലവ്. ഇപ്പോൾ ആനുകൂല്യം നൽകാതിരിക്കുവാൻ ഓർഡിനറി ബസ്സുകളെ സിറ്റി ഫാസ്റ്റാക്കുന്ന മാജിക്ക് നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പെട്രോൾ ഡീസൽ നികുതി കുറയ്ക്കണമെന്ന് പറഞ്ഞവർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്നുവെന്ന് പാടിയവർക്ക് ആദ്യഘട്ടത്തിൽ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ നൽകുവാൻ ഖജനാവിൽ പണം എവിടെ നിന്ന് ലഭിച്ചു? സെക്രട്ടേറിയറ്റ് നോർത്ത് ഗേറ്റ് തുറന്ന് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിച്ചു. പത്രക്കാരെ പിന്നീട് അടപടലം പൂട്ടി. ഒരു അധ്യാപകനെ മീം പോസ്റ്റ് ചെയ്തതിന് വിരമിക്കാൻ 2 ദിവസം ബാക്കി സർക്കാരിന്റെ ഫാസിസ്റ്റ് മുഖമാണ് ഇതിലൂടെ വെളിവാക്കുന്നത്. ജനങ്ങളെ, ഇതാണ് UDF സർക്കാരിന്റെ യാഥാർത്ഥ്യം. അധികാരം വേണ്ടി മാത്രം വാഗ്ദാനങ്ങൾ നൽകി യു-ടേൺ എടുത്ത് ജനങ്ങളെ വഞ്ചിക്കുന്ന സർക്കാർ. PMശ്രീയിലും സർവകലാശാലകളിലും ധനകാര്യത്തിലും ആരോഗ്യത്തിലും ഗതാഗതത്തിലും എല്ലായിടത്തും യു-ടേൺ. ഇനി കേരളത്തിന് തിരിച്ചറിവിന്റെ നാളുകളാണ്. ബന്ധുനിയമനം യഥാർത്ഥത്തിൽ LDFന്റെ കാലഘട്ടത്തിലാണെങ്കിൽ എന്തായിരിക്കും കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്? പകർച്ചവ്യാധി, മരണം, ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ, ഒരു പ്രതികരണവും ഇല്ല. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. 19 കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് വാഴവട്ടോണം കൗൺസിലർ. ഇപ്പോൾ കാപ്പ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിയമാനുസരണം തന്നെ കൗൺസിലർഷിപ്പ് ഒരു യോഗത്തിലും കൂടെ പങ്കെടുക്കാതിരുന്നാൽ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഈ കൗൺസിലറുടെ നേതൃത്വത്തിലാണ് മേയറുടെയും കൂടി ഒത്താശയോടുകൂടി തലസ്ഥാന നഗരിയിൽ ഇന്നിപ്പോൾ പല സ്ഥലങ്ങളിലും ഗൂഢാക്രമണങ്ങൾ നടക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു റീൽ ഭരണമായി മാറിയിരിക്കുകയാണ്. ദിവസവും കോർപ്പറേഷൻ മേയറും ഡെപ്യൂട്ടി മേയറും വന്ന് ഏതെങ്കിലും സ്ഥലത്ത് ഇറങ്ങുക, ഒരു റീലെടുക്കുക, അത് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. വെള്ളപ്പൊക്കം അവർക്ക് ഒന്നും മിണ്ടാട്ടമില്ല. സ്കൂളിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മിണ്ടാട്ടമില്ല. പിന്നെ പേപ്പട്ടിയുടെ ശല്യം കാരണം വളരെ ഗുരുതരാവസ്ഥയിലാണ് നിൽക്കുന്നത്. സിവേജ് എന്നെ സംബന്ധിച്ചോളം ഒരു മിണ്ടാട്ടമില്ല. അതുപോലെ ഗാർബേജ് നീക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു മിണ്ടാട്ടമില്ല. ചുരുക്കി പറഞ്ഞാൽ നഗരസഭ ചെയ്യേണ്ട പ്രാഥമിക ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഈ കോർപ്പറേഷൻ പിന്നോട്ട് പോയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കോർപ്പറേഷൻ ഭരണാധികാരികൾ രാജിവെച്ച് വെക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്.